ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. വിദേശ നമ്പറുകളിൽ നിന്ന് വരുന്ന വ്യാജ കോളുകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. രാജ്യത്ത് ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. രാജ്യത്തെ പ്രധാന ടെലികോം കമ്പനികളായ ജിയോ, എയർടെൽ, BSNL, VI എന്നിവയുടെ വരിക്കാർ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ പരിചിതമല്ലാത്ത കോഡുകളിൽ നിന്നെത്തുന്ന കോളുകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. +77, +89, +85, +86, +84 എന്നിങ്ങനെ തുടങ്ങുന്ന നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ തട്ടിപ്പ് സംഘങ്ങളുടേതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, DOT എന്നിവ ടെലികോം ഉപയോക്താക്കളെ ഒരിക്കലും നേരിട്ട് വിളിക്കാറില്ല. ഈ സ്ഥാപനങ്ങളിലെ അധികൃതർ എന്ന തരത്തിലെത്തുന്ന കോളുകൾ വ്യാജ കോളുകളാണെന്നും തങ്ങൾ ഇത്തരത്തിൽ കോളുകൾ ചെയ്യാറില്ലെന്നും ടെലികോം വകുപ്പ് എക്സിൽ പുറത്തുവിട്ട മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉപയോക്താക്കൾക്ക് ചാനലുകളിൽ ചേരുന്നത് എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങി വാട്സാപ്പ്. നിലവിൽ ഈ ഫീച്ചർ പരീക്ഷണഘട്ടത്തിലാണ്. ചാനലുകളെ കൂടുതൽ ജനപ്രിയമാക്കാൻ ലക്ഷ്യമിട്ടാണ് വാട്സാപ്പ് പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നത്. ഫീച്ചർ വരുന്നതോടെ ഒരു വാട്സാപ്പ് ചാനലിൽ ചേരുന്നതിനായി ഉപയോക്താക്കൾ ലിസ്റ്റിൽ നിന്ന് ചാനലുകൾ തിരയേണ്ടതിനു പകരം ഇതിലേക്ക് എളുപ്പത്തിൽ ചേരാൻ സാധിക്കും. ഓരോ വാട്സാപ്പ് ചാനലിനും ബാർകോഡിന് സമാനമായ QR കോഡ് ഉണ്ടായിരിക്കും. ഉപയോക്താക്കൾക്ക് അവരുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് ഈ കോഡ് സ്കാൻ ചെയ്യാനാകും. സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അവരെ ചാനലിലേക്ക് നയിക്കുകയും അതിലേക്ക് ചേരാനുള്ള ഓപ്ഷൻ നൽകുകയും ചെയ്യും. കൂടുതലായും ബിസിനസ്സുകളെ ലക്ഷ്യം വെച്ചുള്ളതാണ് പുതിയ ഫീച്ചർ. വാട്സാപ്പ് ചാനലുകളിലൂടെ കൂടുതൽ ഉപയോക്താക്കളുമായി ആശയവിനിമയം നടത്താൻ ഇതുവഴി സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. IPTV സേവനദാതാക്കളായ സ്കൈപ്രോയുമായി സഹകരണം പ്രഖ്യാപിച്ച BSNL. രാജ്യത്തുടനീളമുള്ള തങ്ങളുടെ ഫൈബർ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾക്കൊപ്പം ടെലിവിഷൻ കാഴ്ചകളും വാഗ്ദാനം ചെയ്യുകയാണ് ലക്ഷ്യം. BSNLന്റെ എല്ലാ ഫൈബർ ടു ഹോം വരിക്കാർക്കും സ്കൈപ്രോയുടെ സേവനം ഇനി സൗജന്യമായി ലഭ്യമാകും. ഈ സഹകരണം ബ്രോഡ്ബാൻഡ് വരിക്കാർക്കിടയിൽ BSNL കൂടുതൽ ജനകീയമാക്കാനും ശ്രദ്ധ നേടാനും സഹായിക്കുമെന്നതാണ് വിലയിരുത്തൽ. സ്കൈപ്രോ BSNL സഹകരണത്തിലൂടെ 500-ലധികം HD, SD ലൈവ് TV ചാനലുകളും 20-ലധികം OTT പ്ലാറ്റ്ഫോമുകളും മറ്റ് മൂല്യവർദ്ധിത സേവനങ്ങളും ഇന്ററാക്ഷൻ ഫീച്ചറുകളും BSNL ഫൈബർ കണക്ഷൻ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ഇതിന് സെറ്റ് ടോപ്പ് ബോക്സിന്റെ ആവശ്യമില്ല എന്നും BSNL ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് TVയിൽ ഈ സേവനം ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. സേവനം ആദ്യ പഞ്ചാബ് സർക്കിൾ നടപ്പിലാക്കാനാണ് തീരുമാനം. മറ്റു സർക്കിളുകളിലേക്കും ഉടൻ സേവനം വ്യാപിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മൊബൈൽ ബ്രോഡ്ബാൻഡ് മേഖലയിൽ കൂടുതൽ മികച്ച സേവനങ്ങൾ നൽകി എതിരാളികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ അടുത്ത കാലത്തായി നിരവധി നടപടികൾ BSNL സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. BSNLന്റെ 4G വ്യാപനം അതിവേഗം പുരോഗമിക്കുന്നു. 50,708 4G ടവറുകൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തതായും എല്ലാം 5G അപ്ഗ്രേഡബിൾ ആണെന്നും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷം ഒക്ടോബർ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം 50,708 4G സൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തതിൽ 41,957 സൈറ്റുകൾ ഓൺ എയറിലാണെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അറിയിച്ചു. ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന 4G ടവറുകളിലെ ഡിവൈസുകൾ 5G അപ്ഗ്രേഡബിൾ ആണ്. ആത്മനിർഭർ ഭാരത് പ്രോജക്ടിന് കീഴിൽ ഇന്ത്യയിൽ എല്ലായിടത്തും തദ്ദേശീയമായി വികസിപ്പിച്ച 4G എത്തുന്നതിനായി പർച്ചേസ് ഓർഡർ നൽകി. 2024 മാർച്ച് 31 വരെ കേരളത്തിലാകെ 4,360 BSNL ടവറുകളാണ് ഉള്ളത്. ഇതിൽ 1,211 പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. ഈ ടവറുകളിൽ നിന്ന് 116.43 കോടി രൂപ വരുമാനം ലഭിച്ചതായും കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ടവറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ രാജ്യത്ത് BSNL കേരള സർക്കിൾ 2ാം സ്ഥാനത്താണ്. ആന്ധ്രാപ്രദേശും തെലങ്കാനയുമാണ് ടവറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. iQവിന്റെ ഏറ്റവും പുതിയ പ്രീമിയം സ്മാർട്ട് ഫോണായ iQ13 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. പ്രീമിയം ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 8 Elite ആണ് ഫോണിന്റെ കരുത്ത്. ഈ ചിപ്സെറ്റുമായി ഇന്ത്യയിലെത്തുന്ന രണ്ടാമത്തെ സ്മാർട്ട് ഫോണാണ് iQ13. കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ iQ12ന്റെ പിൻഗാമിയായാണ് iQ13 എത്തിയിരിക്കുന്നത്. മികച്ച പെർഫോമൻസും ക്യാമറകളും 6000 mAh ബാറ്ററിയും 120 വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യവും അവകാശപ്പെടുന്ന ഫോണിന് പ്രീമിയം സ്മാർട്ട് ഫോൺ സെഗ്മെന്റിൽ വൻ ജനപ്രീതി നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. മൈക്രോ കർവ് സ്ക്രീനും ചതുരാകൃതിയിലുള്ള ക്യാമറയുമാണ് ഡിസൈനിലെ ആകർഷക ഘടകം.
2 സ്റ്റോറേജ് ഓപ്ഷനുകളിലാണ് ഇന്ത്യയിൽ iQOO ഫ്ളാഗ്ഷിപ്പ് ഫോൺ എത്തിച്ചിട്ടുള്ളത്. 54,999 രൂപയിൽ ഫോണുകളുടെ വില ആരംഭിക്കുന്നു. എന്നാൽ ലോഞ്ചിന്റെ ഭാഗമായി 3000 രൂപയോളം വില കുറച്ച് വിൽപ്പന നടത്തും. PC ലെവൽ 2K ടെക്സ്ചർ സൂപ്പർ റെസല്യൂഷനും നേറ്റീവ് ലെവൽ 144 FPS സൂപ്പർ ഫ്രെയിം റേറ്റും നൽകുന്ന ഇൻഹൌസ് Q2 ഗെയിമിംഗ് ചിപ്പും ഫോണിലുണ്ട്. പെർഫോമൻസിന് കരുത്തുകാട്ടാൻ 16 GB റാമും 1 TB വരെ UFS 4.0 സ്റ്റോറേജും iQOO 13 പാക്ക് ചെയ്യുന്നു. പുതിയ 360 ഡിഗ്രി സറൗണ്ട് ആന്റിനയുമുണ്ട്. ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കിയുള്ള ഫൺടച്ച് OS 15-ലാണ് ഈ iQOO ഫോണിന്റെ പ്രവർത്തനം. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും 5 വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി ഫോണിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏവിയേഷൻ ഗ്രേഡ് അലൂമിനിയം മിഡിൽ ഫ്രെയിം സഹിതമാണ് ഈ ഫോൺ എത്തുക. iQOOവിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 7K അൾട്രാ ലാർജ് VC വൈപ്പർ, 4K അൾട്രാ ലാർജ് VC വേപ്പർ ചേംബർ, 3 50 മെഗാപിക്സൽ ക്യാമറകളടങ്ങുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.